വഴിയിൽ കൂടെ പോകുന്ന ഒരാളെ നോക്കി ഒരു പെണ്ണ് ഇയാൾ എന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞാൽ അയാൾക്ക് ജാമ്യം കിട്ടാതെ 30 ദിവസത്തിന് മുകളിൽ ചിലപ്പോൾ 100 ദിവസത്തോളം ജയിലിൽ കിടക്കേണ്ടി വരുന്ന അത്രയും വലിയ നീതി നിർവഹണ സംവിധാനമുള്ള ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് 30 ദിവസം ജയിലിൽ കിടക്കാനായിട്ട് ഒരാൾ കിടന്നാൽ അയാളുടെ എന്താ പറയുക മന്ത്രിയോ മുഖ്യമന്ത്രി പ്രധാനമന്ത്രി ആയിരിക്കാൻ അയാൾ അർഹന എന്ന് പറയുന്നത് ഇന്ത്യയിലെ നിയമമല്ല. കാരണം നമ്മുടെ നാട്ടിൽ വളരെ ഈസി ആയിട്ട് എല്ലാ വിദ്യാർത്ഥി സംഘടനകളിലുള്ള പെൺകുട്ടികളോട് പറഞ്ഞാലും അവർ മറ്റേ എതിർ പാർട്ടിയിലെ നേതാവിനെ ഇയാളെന്നെ പീഡിപ്പിച്ച് എന്ന് പറയാൻ റെഡിയായിട്ടുള്ള ആൾക്കാരാണ് എന്ന് നമുക്കറിയാം. അവർക്ക് അതിന് യാതൊരു എളുപ്പവുമില്ല. ഇതൊക്കെ ചെയ്യുന്നതൊക്കെ റെഗുലറാണ്. ഇപ്പം നമ്മളിപ്പോൾ ഒരു കേസ് ഉണ്ടായത് നമ്മൾ പറയുമല്ലോ, ഡോക്ടർ ഹാരിസിൻ്റെ കേസിലൊക്കെ പറഞ്ഞ പോലെ ഇനി അയാൾക്കെതിരെ പെണ്ണ് കേസ് കൂടി വരാനുള്ളൂ. അത് ചെയ്യാനായിട്ട് എല്ലാ പാർട്ടിക്കാരും റെഡിയാണ്. ഇതൊന്നും കുഴപ്പമില്ല. ഇയാൾ റെഡിയില്ലെങ്കിൽ അടുത്ത വീട്ട് റെഡിയാവും. അപ്പോൾ അയാൾക്ക് സ്ഥാനക്കയറ്റം കിട്ടും. അപ്പോൾ ഈ തലത്തിലാണ് നമ്മളുടെ അത്രയും മതപതിച്ച് നിൽക്കുന്ന വിദ്യാർത്ഥി രാഷ്ട്രീയ ഒരു നാട്ടിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇതുപോലെ തന്നെയാണ് ഇപ്പോൾ കേജ്രിവാളിനെ ജയിലിലിട്ട പോലുള്ള കാര്യങ്ങൾ. യാതൊരു തെളിവും വേണം. അപ്പോൾ ഇത്തരത്തിൽ ഒരാൾ ശിക്ഷിക്കപ്പെടാനുള്ള കുറ്റം ചെയ്തിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്താത്തൊരു കേസിൽ ഇത്തരത്തിലുള്ളൊരു നിയമം വളരെ മോശമായിട്ടുള്ള ഒരു കാര്യമാണ് ഇവിടെ ഉണ്ടാവുക. അല്ലെങ്കിൽ അതുപോലെ നല്ല രീതിയിലുള്ള ജുഡീഷ്യൽ സിസ്റ്റം ഉണ്ടാക്കിയെടുക്കാൻ നമ്മൾ പരിശ്രമിക്കണം. എന്നിട്ട് ഇത് കൊണ്ടുവരണം. ഇതിപ്പോൾ അങ്ങനെയല്ല. ഒരു തെളിവും നിയമമില്ല. വെറുതെ ഇപ്പോൾ ഒരാൾ മറ്റൊരാളെ കുറിച്ചൊരു ആരോപണം പറഞ്ഞാൽ പോലും ഇപ്പോൾ ഒരു ഉദ്യോഗസ്ഥൻ പറയാണ് എന്നെ ഇയാൾ ഡ്യൂട്ടി തടസ്സപ്പെടുത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നും വേണ്ട. ഇയാൾ വെറുതെ ജയിലിലിടുക. ഇത്രേ ഉള്ളൂ. അതിനുള്ള കപ്പാസിറ്റി നമ്മുടെ ജുഡീഷ്യറിക്കുള്ളൂ.